സഹിക്കേണ്ടത് ഒരു തലതിരിഞ്ഞ വീഡിയോ ആണ്. അതായത് ഇത് നമ്മുടെ അമൃതമ്മയുടെ വളകാപ്പാണെന്ന്. എൻ്റെ കോസ്റ്റ്യൂമൊക്കെ കാണാത്തവർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെക്കറേഷനൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മൈസൂർ ബാഗ് കണ്ടപ്പോഴേക്ക് സഹിച്ചില്ലടാ, ഞാൻ ഓടിപ്പോയൊന്ന് എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം ദമ്മൊട്ടിക്കൽ തുടങ്ങി. നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു പീസ് ചിക്കനൊക്കെ എടുത്ത് തിന്നൽ തുടങ്ങി. ഞാൻ എൻ്റെ സീറ്റ് ആ ചിക്കൻ്റെ എടുത്ത് തന്നെ അങ്ങോട്ട് സ്ഥാപിച്ചു. ഇവിടെ ഒരാൾ സാരി കൊടുത്ത് വന്നിട്ട് ചൂടെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു നാണോ മാനോ ഇല്ലാത്ത സാധനത്തിന് എവിടുന്നോ ഇല്ലാത്തൊരു നാണം. അങ്ങനെ നമ്മുടെ അമൃതമ്മയുടെ കവിളത്ത് അങ്ങനെ ചന്ദനവും മഞ്ഞളൊക്കെ ഇരുന്നു. അങ്ങനെ അതൊക്കെ തുടച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ. കുഞ്ഞാറ്റേച്ചി, ഞാൻ വീഡിയോ എടുക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ മാമയുടെ സാരി. നിങ്ങൾക്ക് ഇഷ്ടമായി കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ക്യാമറാമാനൊക്കെ വന്നുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മാമരത് മാത്രമല്ല ഇനിയും കുഞ്ഞാറ്റേച്ചി എല്ലാവരും കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് ഇതിലിടാൻ പറ്റില്ല, കാരണം വീഡിയോ ലാഗാവും. ഞാൻ പറഞ്ഞത് ഒരു തലതിരിഞ്ഞ വീഡിയോ ആണെന്ന്. അതാണ് ഇത്. കുറേ പകുതി അവിടെ ഇവിടെയൊക്കെയാണ്. പിന്നെ പകുതി വീഡിയോ എടുക്കാൻ ഈ വീഡിയോ എടുക്കണം എന്നുള്ള കാര്യമേ ഞാനോട്ട് പറഞ്ഞു. അതുകൊണ്ട് ഈ വാൽക്കഷ്ണം മുറുക്കഷ്ണൊക്കെ തന്നെ ഉള്ളൂ. അത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് നിൽക്കുന്നു കുറച്ച് സായി. ഡെക്കറേഷനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾ അതിൻ്റെ കാര്യം ഒന്ന് പറയാൻ മറക്കല്ലേ. അങ്ങനെ ഇതാ മേമ ഇറങ്ങുകയാണ്. മേമയ്ക്ക് സങ്കടം ഉണ്ടോയെന്ന് വെച്ചപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മേമ ഇറങ്ങി. പിന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നത്. എടാ മോനെ, ഫുഡിൻ്റെ കാര്യം വേറെ ലെവലിരുന്ന്. നമ്മുടെ ബിരിയാണി കാറ്ററിങ്സ് ആയിരുന്നു. പിന്നെ ഫ്രൈഡ് ചിക്കൻ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. എന്താ പറയുക, അടിപൊളി സാധനം. പിന്നെ ഓരോ ഗ്ലാസ് പായസം ഉണ്ടായിരുന്നു കേട്ടോ. മുത്തുപാപ്പി നന്ദോടനൊക്കെ അത് അപ്പുറത്തുനിന്ന് ചോറിനുണ്ട്, ഞങ്ങളിത് അപ്പുറത്തുനിന്ന് ചോറിനുണ്ട്. അമ്മ ഞങ്ങൾക്കൊക്കെ സപ്ലൈ ചെയ്യാൻ വരുന്നുണ്ട്. അങ്ങനെ അമ്മൂല്യം ഇതാ കച്ചമ്പർ സപ്ലൈക്കായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടോളം ഇട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ ഒന്ന് സ്ലോ മോഷനായി എനിക്ക് അറിയില്ല കേട്ടോ. ഞെട്ടിയതുകൊണ്ടുള്ള കേടാണെന്ന് എനിക്ക് അറിയില്ല. അടക്കട്ടെ, കാണുമ്പോൾ ഭംഗിയൊക്കെ ഉണ്ട്, അത് മതി. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് സപ്ലൈക്ക് ഇങ്ങനെ വന്നു. ബിരിയാണിയായിട്ട് വല്യച്ഛൻ, അടുത്ത തട്ട് ബിരിയാണിയായിട്ട് ഡീൻപാപ്പി, അങ്ങനെ എല്ലാവരും ഒരു പുഞ്ചിരി പാസാക്കി പോകുന്നുണ്ട്. എനിക്കാണെങ്കിൽ കറക്റ്റ് കോഴിക്കാലും കിട്ടി. ഐ ലൈക്ക് ലെഗ് പീസ്. നിന്ന് അവസാനം ഇരുന്നോടത്തുനിന്ന് നീക്കാനും കൂടി വയ്യാത്ത അവസ്ഥയായി. പിന്നെ ഞങ്ങൾ കുറച്ചേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്നു. വലിയവരൊക്കെ അത് അവിടെ എന്തൊക്കെയോ കിട്ടിയ പൊതിയാളൊക്കെ പൊളിച്ചു നോക്കുന്നുണ്ട്. ഞങ്ങൾ പൊന്നാനി ഹാർബറിക്കൊക്കെ പോവാച്ചിട്ടാണ്. നടക്കും അറിയില്ല. ഏട്ടന്മാരെ സോപ്പ് ഇട്ടോക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.